ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ മൈലാഞ്ചി ചോത്തു, ഇവിടെയും ചോത്തു. ഇവിടെ നിങ്ങൾ ഇന്നലത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ റീമയുടെ കലാവിരുതുകൾ. ഇവിടെ ഷാമിൽ നോക്കി എഴുതിട്ടോ, ഷാമിൽ ജാസ്മിൻ ഷാമിൽ ക്രിഞ്ചേഷൻ അല്ലേ. അപ്പോൾ റീമയുടെ കലാവിരുതുകളും ചോത്തിരിക്കുന്നു. അപ്പോൾ അതാ പെരുന്നാളൊക്കെ ആയിട്ട് രാവിലെ ഒക്കെ നേരത്തെ എനിക്ക് ആകെ കൂടുതൽ നല്ല ശീലം എനിക്ക് തോന്നുന്നത് പെരുന്നാളിൻ്റെ അന്ന് മാത്രം രാവിലെ നേരത്തെ വെച്ച് കുളിക്കൂട്ടാ. തല കുളിക്കും. അത് ചൊട്ടിയിലെ ശീലം ചുടൽ വരെ എന്ന് പറഞ്ഞ പോലെ. കാരണം എന്താ സംഭവം വെച്ചാൽ നമ്മൾ പെരുന്നാളിന് ചെറുപ്പം മുതലേ പള്ളിയിൽ പോകും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി. കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെയല്ലേ പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് പള്ളിയിൽ പോകാൻ വേണ്ടി വേഗം കുളിച്ച് അങ്ങനെ ഒരുങ്ങിയിട്ട് പോണതാണ്. ഇപ്പം ഇവിടെ പള്ളിയിൽ പോകാറില്ല, എന്നാലും ആ ഓർമ്മയിൽ നേരത്തെ വെച്ച് കുളിച്ച് സെറ്റായി. അപ്പോൾ ഇത് നമ്മളിവിടെ എങ്ങനെയാ വെച്ചാൽ 2 ഡ്രസ്സ് ഇടും പെരുന്നാളിൻ്റെ അന്ന്. ഒന്ന് പുതിയത് തന്നെ, പക്ഷെ നമ്മൾ നിത്യറിഞ്ഞ പോലത്തെ പുതിയത്, അതാണിത്. കുളിച്ചപ്പന ഇടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്താണ് പെരുന്നാളിന് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് ഇടുക കേട്ടോ. ഇത് ഉമ്മ എടുത്തുന്ന ഡ്രസ്സാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. ഐബ് ഉറങ്ങാണ്. ഞാൻ അപ്പോൾ ഇന്നലെ നേരം വൈകി ഉറങ്ങാം, എന്നാലും പെരുന്നാളായതുകൊണ്ട് ഇതിൽ വേഗനിച്ച് കുളിച്ചൊക്കെ റെഡി ആയതാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഇത്ത, ഉമ്മ, ഞാൻ, റീമ ഒക്കെ എണിച്ചിൻ്റെ പാച്ചയാക്കിയും ആപ്ചിയും ഇതൊക്കെ പള്ളിയിൽ പോയിക്കിടും നിസ്കാരത്തിന്. ഇവിടെ പെണ്ണുങ്ങൾ പോകാറില്ല, ആണുങ്ങൾ മാത്രം പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വിശേഷം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇത് മുബാറക്ക് എങ്ങനെയുണ്ടെന്ന് ഇതൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഡ്രസ്സ്. ഇത് ഉമ്മക്ക് എടുത്തു തന്നു കേട്ടോ. ഇത് പുതിയ ഡ്രസ്സാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. ശരിക്കുള്ള പുതിയ ഡ്രസ്സ് പിന്നെയാണ് ഇടുക. അത് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ്. ഒരു കോട്ട് സെറ്റ്, നോർമൽ കോട്ട് സെറ്റ്. ഇതിന് മാച്ചായിട്ടുള്ള നല്ല സ്റ്റെഡ് കമ്പിലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ രാവിലെ ഞങ്ങൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കി ഭൂരിയൊക്കെ പൊരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വീട്ടിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് രാവിലെ എന്താണ് പെരുന്നാളായിട്ട് ഉണ്ടാവുക. നമ്മളിവിടെ മിക്ക ദിവസം പത്തിരി ആയതുകൊണ്ടാണ് നമ്മൾ ഭൂരിയൊക്കെ ആയത്. എൻ്റെ വീട്ടിൽ നോമ്പിന് മിക്ക ദിവസം പത്തിരി അല്ലാത്തതുകൊണ്ട് ഇന്ന് പത്തിരിയോ പുട്ടോ ആയിരിക്കും, ബീഫ്. അതാണ് അവിടുത്തെ, ഇതാണ് ഇവിടുത്തെ. അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പം ഇന്ന് പെരുന്നാൾ വ്ളോഗിൽ ഫുള്ളായിട്ട് കാണാം. ഇവിടുത്തെ വിശേഷം ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് വീട്ടിൽ പോകും. അപ്പോൾ അവിടുത്തെ വിശേഷം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള വ്ളോഗാവും. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ബാക്കി വിശേഷം കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഒരാള് നേരത്തെ കഴിക്കും. ഉണ്ടാവ് റീമ. ഇത് എത്ര നാണം. ഞാൻ ഈ 7:30 പോവാ വെച്ചിട്ട് അടിയൊക്കെ വരുമ്പത്തിനും എനിക്ക് പോയി. ഓ എന്താ സ്റ്റൈല്. എല്ലാം മോനെ, ആ മോനെ. ഇതുവരെ കൊടുക്ക്. കൈ അതായത് അപ്പൊ ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ്സ്. സിമ്പിൾ, ഒരു കോട്ടന്റെ നൈലോന്റെ പോലത്തെ സിമ്പിൾ ആണ്. അത് ഇവിടെ മാത്രം വർക്കുള്ളൂ. പിന്നെ കയ്യമ്മയും പിന്നെ ഇവിടെ സിമ്പിൾ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ തോന്നിട്ട് അതാണ് ഞാനിത് എടുത്തത് കേട്ടോ. സിമ്പിൾ ഷാള്, സിമ്പിൾ ആണ്. ഞാൻ ഇപ്രാവശ്യം അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്റെ കമന്റ് ചെയ്ത ബെല്ലേക്ക് നടിച്ചിട്ട് കഴിട്ടില്ല. നിങ്ങൾ ഒരുങ്ങി എല്ലായിടത്തേക്കും പോവാൻ നിൽക്കാണ്. ഇത്താടായിട്ട് പറഞ്ഞു നിക്ക് ഫോട്ടോ എടുക്കാറില്ല. ഞങ്ങളെല്ലാരും നടന്ന് മുത്താപ്പന്മാരോട് കാപ്പന്മാരോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം മാത്രം ഞങ്ങൾ പറയുകയില്ല.
പിടിച്ചല്ലേ ഈ പിടിച്ചിണ്ടാ കറക്റ്റ് പിടിക്ക് മുത്താപ്പോ കുഞ്ഞു മുത്താപ്പ എടുക്കുക തിന്നല്ലേ This is beef biryani. This is chicken biryani. This is chicken fry. കച്ചമ്പറില്ല അല്ലേ? തൈരില്ല ഇവിടെ? അതുണ്ടാക്കാം. തൈരിലടുക്കതിനാണ് നല്ല കുട്ടൻ ബിരിയാണി ചിക്കൻ കച്ചമ്പറി. ഈ കുട്ടൻ ബിരിയാണി എടുത്തേ ഞാനും കാണുമ്പോ അത് ടേസ്റ്റ്. കിട്ടില്ല. കാണാത്ത പായസത്തിനല്ലത്. ഹൈപ്പോ ഫോട്ടോ സെക്ഷൻ അയച്ചിരിക്കണോ? ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതോ ഒരു ബീച്ചിക്ക് പോവാണ്. ചാവക്കാട് ബീച്ച്. ചാവക്കാട് ബീച്ച് അതല്ല. അങ്ങനെ പ്ലാൻ പ്രകാരം ചാവക്കാട് ബീച്ചിൽ പോകാൻ നിൽക്കുന്നത്. പക്ഷേ ബീച്ചിൽ ഭയങ്കര തിരക്കാവും. ഒരുപാട് നോമ്പിന് പെരുന്നാളിന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് ഒരു പെണ്ണിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഗെയിംസ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അഗൻമഗി പോയിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ പാച്ചാക്കി ഇതൊക്കെ എപ്പോഴും കഴിക്കാറ്. ഞങ്ങളങ്ങനെ കോഫി അങ്ങനെ പുറത്ത് പോയിട്ട് കുടിക്കാറില്ലാതെ ഞങ്ങൾക്ക് ഏതൊക്കെ ഫ്ലേവറൊന്നും അറിയൊന്നുമില്ല. ഞാനും അറിയുമ്പോൾ അന്തപട്ടി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് കോഫിയും ബ്രൗണിയൊക്കെ മേടിച്ച് ഞങ്ങൾ അതൊക്കെ തിന്നട്ടെ. ബ്രൗണിക്കല്ല ഇഷ്ടം സെറ്റാക്കി ചായയുള്ള ബ്രൗണി, കോഫിയുള്ള ബ്രൗണി, കോഫി ഇളക്കിയ നമ്മുടെ അടുത്ത ലക്കി കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വാട്ട്സ് യുവർ നെയിം? ജാസ്മിൻ. ഓക്കെ, നല്ലൊരു പേരാണ്. സോ നമുക്കൊരു ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ? ഓക്കെ, അത് ഞാൻ 2 ഓപ്ഷൻ തരാം. ട്രൂത്ത് ഓർ ഡെയർ വേണോ അല്ലെങ്കിൽ മൂവി ഡയലോഗ് ഗസ് ചെയ്യുന്ന റൗണ്ട് വേണോ? മൂവി ഡയലോഗ് മതി. ഓക്കെ, ആൻസർ ആണ് ഫാമിലിയിലുള്ള ജാസ്മിൻ്റെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇങ്ങോട്ട് വന്ന് മൈക്കിൽ ആൻസർ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് പറയണം. പക്ഷേ യെസ്, കറക്റ്റ്. വലിയ ഓവറാക്കിയപ്പോൾ അവർ വിളിച്ച് പോയതാ. ട്രൂത്തോടെ ഒറ്റ പറഞ്ഞാൽ മതിയായിരുന്നു. വലിയ മൂവിയുടെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് മൂവി ഭയങ്കരമായിട്ട് അറിയാമെന്നുള്ള രീതിയിൽ പറഞ്ഞതാ. എന്തായാലും തോറ്റുപോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമ്മാനമൊക്കെ കിട്ടി, പ്രോത്സാഹന സമ്മാനമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നിട്ട് എനിക്ക് ഉറപ്പ് എനിക്ക് മൂവി കിട്ടി. ഞാൻ മൂവി അത്യാവശ്യം കാണാറുള്ള ആളാണ്. പക്ഷേ ആ സമയത്ത് എന്താ ഉണ്ടായിരുന്നല്ലോ, ആകെ ബ്ലാങ്കായി പോയി, കിട്ടിയില്ല.
ഐബി പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഉറങ്ങിയായിരുന്നു. ഞങ്ങൾ കോഫി കൊടുക്കുന്ന സമയത്ത് എണീച്ച് കഴിഞ്ഞപ്പോൾ അവനക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാ. പിന്നെ ഫുള്ള് ഡാൻസ് തന്നെ. ആ പെണ്ണോട് പാട്ട് പാടി, ഇവൻ മാത്രം അവിടെ പോയിട്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ഡാൻസ്. മൂപ്പരാൾക്ക് നല്ല ഇഷ്ടമായിക്കണേ. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി, പാട്ട് ഡാൻസൊക്കെ. മൂപ്പരാൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല, അവിടെ ഇറങ്ങിപ്പോവും, ഡാൻസ് കളിക്കും. അവൻ നല്ല ഹാപ്പിയായി. എന്തായാലും ഇങ്ങോട്ട് വന്നുകൊണ്ട് അവനും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. തിന്നേട് പറഞ്ഞെടുത്തേ, തിന്നേട് പറഞ്ഞെടുക്ക്. എന്താ പറയും ഇവിടെ പറയും? എന്താ എന്ത് പറഞ്ഞേ? പിന്നെ അവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് പിസ്സ, അങ്ങനത്തെ ചെറിയ ചിക്കൻ, കുട്ടികൾക്കും പിസ്സ നമുക്കും അങ്ങനെയൊക്കെ മേടിച്ച്. ഐബുന് ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് ആളാതാട്ടെ. ഇനി ഞാൻ നേരെ ഇന്നെ വീട്ടിൽ കൊണ്ടാക്കും അവർ. എന്നിട്ട് പിന്നെ അവർ അങ്ങനെ പോകും. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരായി. ഒരുപാട് ആൾക്കാരൊക്കെ പോയോ? പട 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 പട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മുത്തുമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ മൂത്താപ്പ, ജഡ്ജുണ്ട്, മൂത്താപ്പയുടെ മുന്നിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവരുണ്ട്, ആറ്റുണ്ട്, കുട്ടികളുണ്ട്, നമ്മളെ പാപ്പ, മേമി, അച്ചു, ഇതേത്തെ എല്ലാവരും ഉണ്ട്. എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ പെരുന്നാളായി കുറേ ആൾക്കാർ. ഞാൻ അത് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. എത്തിയപ്പോൾ പിന്നെ ഹാപ്പിയായി. അങ്ങനെ മൂത്തുമ്മയുടെ ബർത്ത്ഡേ ഒക്കെ വീട്ടിലേക്ക് സീൻസൊക്കെ കണ്ടില്ല. ഞങ്ങൾ തിയേറ്ററിൽ എമ്പുരാൻ കാണാൻ വന്നിട്ട് കുട്ടികൾ മാത്രം എൻ്റെ ചിക്കടിനെ ഞാൻ വീട്ടിലാക്കി. പാലക്കുടിയൊക്കെ നിർത്തിയില്ല. അപ്പം ഇനി എന്തുവേലും നമുക്ക് ആവാം. അപ്പൊ വീട്ടിലാക്കിയപ്പോ ഞങ്ങൾ എമ്പുരാൻ കണ്ടിട്ട് നാളെ എമ്പുരാന് കട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുട്ടികൾ മാത്രം വന്നിട്ട് കാണിച്ചു. പിന്നെ ഉപ്പയും ബാപ്പയും ഇൻഫ്ലുവൻസറിനെ കാണിച്ചു കൊടുക്കും. എമ്പുരാൻ, ഇതാണ് അടുത്ത ഡയറക്ടർ ഓഫ് ദ സിനിമ. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് 2 മണിയായിട്ട് കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങി. വലിയ അയപ്പിനനുസരിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മൂവി എടുത്തൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ സ്റ്റോറിയൊന്നും വലിയ സുഖമായില്ല. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പോയി കിടന്നുറങ്ങണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ, സീ യു.